ഇന്ന് നമ്മൾ കഥയിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് നോക്കുന്നത്. ഇന്ന് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കുഞ്ഞു വൊക്കാബുലറി ഉള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ദ ലിറ്റിൽ ടാർട്ടിൽ, അല്ലെ, നമ്മുടെ ആമയുടെ കഥ. അപ്പൊ അത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ വിചാരിക്കും കഥ കേട്ടാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. കഥ കേട്ടാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. കേൾക്കുക മാത്രമല്ല, ഞാനിവിടെ സ്ക്രീനിൽ എഴുതുന്നത് നിങ്ങളും വായിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ നമ്മുടെ നാവ് ഇംഗ്ലീഷുമായിട്ട് കണക്ട് ആവുകയും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടുകയും വൊക്കാബുലറി നമ്മൾ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും. പല ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ തുടങ്ങാം കേട്ടോ. അപ്പൊ അതിനു മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ അമർത്തി അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം. ദ ലിറ്റിൽ ടാർട്ടിൽ. അപ്പൊ ഞാൻ നോക്കിയാണ് കേട്ടോ വായിക്കുന്നത്, അല്ലാതെ കഥ എങ്ങനെയാ പറയുക. Once upon a time there lived a little turtle. Once upon a time, ഒരിക്കല് there lived എന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചു. ഒരു ലിറ്റിൽ ടർട്ടിൽ, ഒരു ചെറിയ ആമ ജീവിച്ചു. He was a very slow turtle. He was a, അവൻ ആയിരുന്നു. എങ്ങനത്തെ ആയിരുന്നു? വെരി സ്ലോ ആയിരുന്നു, സ്പീഡ് കുറഞ്ഞ ഒരു ടർട്ടിലായിരുന്നു അവൻ. All the other animals in the forest, ഫോറസ്റ്റിലുള്ള other animals, ബാക്കി ആനിമൽസ് എല്ലാം, എല്ലാം, all the other animals in the forest would run and play, ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു, കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. would run and play. But the little turtle could only walk very slowly. പക്ഷെ ലിറ്റിൽ ടർട്ടിലിന് എന്തായിരുന്നു? പതിയെ, വെരി സ്ലോലി നടക്കാൻ മാത്രമായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവനത് മാത്രമേ കഴിയുള്ളായിരുന്നു. മറ്റവർക്ക് എങ്ങനെയായിരുന്നു? വുഡ് പ്ലേ ആൻഡ് റൺ. വുഡിന്റെയും കുട്ടിന്റെയും ഉപയോഗം നമുക്ക് അറിയുന്നതാണ്. വൺ ഡേ ദ ലിറ്റിൽ ടർട്ടിൽ സോ എ റേസ് വാസ് ഗോയിങ് ടു ഹാപ്പൻ. റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരം നടക്കാൻ പോവാണെന്ന് അവൻ കണ്ടു. വാസ് ഗോയിങ് ടു ഹാപ്പൻ. വൺ ഡേ, ഒരു ദിവസം, ദ ലിറ്റിൽ ടർട്ടിൽ സോ കണ്ടു, എ റേസ്, ഒരു മത്സരം, വാസ് ഗോയിങ് ടു ഹാപ്പൻ നടക്കാൻ പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കി. ഓൾ ദ ഫാസ്റ്റ് ആനിമൽസ്, എല്ലാ സ്പീഡുള്ള ആനിമൽസും, ലൈക്ക് ദ റാബിറ്റ് ആൻഡ് ദ ഡീർ, റാബിറ്റും പോലെയുള്ള എല്ലാ സ്പീഡ്, വേഗത്തിൽ പോകാൻ കഴിയുന്ന എല്ലാ ആനിമൽസും വെയർ ഗോയിങ് ടു റൺ. വെയർ, WERE, വെയർ ശ്രദ്ധിക്കുക, ഗോയിങ് ടു റൺ, ഓടാൻ പോവുകയായിരുന്നു. ഗോയിങ് ടു റൺ, സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ദ ലിറ്റിൽ ടർട്ടിൽ വാണ്ടഡ് ടു ജോയിൻ ദ റേസ്. ലിറ്റിൽ ടർട്ടിലിനും എന്ത് ചെയ്യണം? വാണ്ടഡ് ടു ജോയിൻ ദ റേസ്, റേസിൽ, മത്സരത്തിൽ ജോയിൻ ആകണമായിരുന്നു. അതായത് ലിറ്റിൽ ടർട്ടിലിനും ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നി. വാണ്ടഡ്, അതിനകത്ത് ഓടണമെന്ന് ആഗ്രഹം തോന്നി. ദ അതർ ആനിമൽസ് laughed at him. The other animals laughed at him. അതർ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി ആനിമൽസ് എല്ലാം അവനെ നോക്കി ചിരിച്ചു. കാര്യം എന്താണ്? ഹി വാസ് വെരി സ്ലോ, ഭയങ്കര സ്ലോ ആണ് അവൻ, ആയിരുന്നു അല്ലേ? അതുകൊണ്ട് അതർ ആനിമൽസ് ലാഫ്ഡ് അറ്റ് ഹിം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെയാണ് നമ്മൾ സ്റ്റോറി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ലാഫ്ഡ് അറ്റ് ഹിം. എന്നിട്ട് എന്താ പറഞ്ഞേ? യു ആർ ടു സ്ലോ, നീ ഭയങ്കര സ്ലോ ആണ്. യു ആർ ടു സ്ലോ, ഭയങ്കര സ്ലോ ആണ് നീ. They said, you can never win. Never, ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. യു ക്യാൻ വിൻ എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ പറ്റും. നെവർ എന്ന ഓപ്പോസിറ്റ്, നെവർ എന്ന നെഗറ്റീവ് വേർഡ് കൊണ്ടുവന്നപ്പോൾ അവിടെ നമ്മളൊരു വേറൊരു നോട്ടൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. യു ക്യാൻ നെവർ വിൻ, ഒരിക്കലും നിനക്ക് വിജയിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് നെവർ വിൻ എന്നൊന്നുമല്ല പറഞ്ഞത്. യു ക്യാൻ നെവർ വിൻ, ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. But the little turtle was determined.
പക്ഷേ ലിറ്റിൽ ടർട്ടിൽ എങ്ങനെയായിരുന്നു? നല്ല ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ലിറ്റിൽ ടർട്ടിൽ. അപ്പൊ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉറച്ച മനസ്സുള്ള ഒരാൾ. അപ്പൊ എന്താണ്? ലിറ്റിൽ ടർട്ടിൽ വാസ് ഡിറ്റർമൈൻഡ്. ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അവൻ തുടങ്ങി വാക്കിംഗ്. സ്റ്റാർട്ടഡ് കഴിഞ്ഞിട്ട് വാക്കിംഗ് എന്നാണ്, ING ആണ് വന്നിരിക്കുന്നത്. ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അവൻ നടക്കാൻ തുടങ്ങി. ടുവേർഡ്സ് ദ ഫിനിഷ് ലൈനിലേക്ക്. ടുവേർഡ്സ് ദ ഫിനിഷ് ലൈൻ. ഈ ടുവേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫിനിഷ് ലൈനിലേക്ക് അവൻ നടക്കാൻ തുടങ്ങി. എങ്ങനെ പറയാം? ഹി സ്റ്റാർട്ടഡ് വാക്ക്ഡ് എന്നല്ല, ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ ഫിനിഷ് ലൈൻ. ഹി walked ആൻഡ് walked വെരി സ്ലോലി. പതിയെ പതിയെയാണ് അവൻ നടന്നുകൊണ്ടിരുന്നത് അല്ലെ. ഹി walked, അവൻ നടന്നു. walked വെരി സ്ലോലി, പതുക്കെ പതുക്കെ അവൻ നടന്നു. The rabbit ran very fast. റാബിറ്റ് റാൻ, ഓടി. വെരി ഫാസ്റ്റ്. റാബിറ്റ് റൺ അല്ല, റാബിറ്റ് റാൻ വെരി ഫാസ്റ്റ്, ഭയങ്കര സ്പീഡില് റാബിറ്റ് ഓടി. He was soon far ahead of everyone else. He, അവൻ, was ആയിരുന്നു, soon far ahead. ahead എന്ന് പറഞ്ഞാൽ എന്താ? മുന്നിൽ. soon far വളരെ മുന്നിൽ. soon far ahead എന്ന് പറഞ്ഞാൽ വളരെ മുന്നിൽ. of everyone else. everyone മറ്റെല്ലാവരെയും കാൾ. everyone else മറ്റെല്ലാവരെയും കാൾ soon far ahead വളരെ മുന്നിലായിരുന്നു അവൻ. കാര്യം എന്താണ്? അവൻ ran very fast, ഭയങ്കരമായിട്ട് ഓടി. He thought, അവൻ ചിന്തിച്ചു, I am so fast, ഭയങ്കര ഫാസ്റ്റ് ആണ്, സ്പീഡിലാണ്. I can take a little nap. നാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കിനി റെസ്റ്റ് എടുക്കാൻ കഴിയും. I can take a little nap. കാര്യം എന്താണ്? soon far everyone else, എല്ലാവരെയും കാളും ഒത്തിരി മുന്നിലാണ്. So the rabbit lay down under a tree and fell asleep. അതുകൊണ്ട് എന്ത് ചെയ്തു? lay down എന്ന് പറഞ്ഞാൽ എന്താ? കിടന്നു. എവിടെ കിടന്നത്? അണ്ടർ എ ട്രീ, ഒരു ട്രീയുടെ അടിയിൽ lay down, കിടന്നു. റാബിറ്റ് എന്ത് ചെയ്തു? ഒരു ട്രീയുടെ അടിയിൽ കിടന്ന്, നാപ്പ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുത്തു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടന്നു. So the rabbit lay down under a tree and fell asleep. കിടന്നപ്പോൾ എന്ത് പറ്റി? fell asleep, പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോയി, ഉറക്കത്തിലോട്ട് വീണുപോയി. ഉറക്കത്തിൽ വീണാനുള്ള അവസ്ഥ നമുക്കറിയാം അല്ലേ. The little turtle kept walking. അപ്പോഴും ലിറ്റിൽ ടർട്ടിൽ എന്ത് ചെയ്യായിരുന്നു? kept walking. ഈ നടപ്പ് സൂക്ഷിച്ചുകൊണ്ടിരുന്നു, അതായത് നടന്നുകൊണ്ടിരുന്നു. ആ നടപ്പിൽ നിന്ന് ഒഴിവായിട്ടില്ല. The little turtle kept walking. നടക്കുകയായിരുന്നു. slowly, പതിയെ. steadily, നിർത്താതെ. He didn't stop. അവൾ നിർത്തിയിട്ടേയില്ല. അതിങ്ങനെ സ്ലോലി ആയിട്ടും സ്റ്റെഡിലി ആയിട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. When the rabbit woke up. When, അപ്പോൾ റാബിറ്റ് woke up, ഉണർന്നപ്പോൾ. റാബിറ്റ് ഉണർന്നപ്പോൾ, റാബിറ്റ് എന്തായി പോയായിരുന്നു? ഉറങ്ങിപ്പോയായിരുന്നു. ഉണർന്നപ്പോൾ he saw the little turtle was very close to the finish line. ഉണർന്നപ്പോൾ എന്താ he saw കണ്ടത്? the little turtle was very close, വളരെ അടുത്താണ്. എവിടെ? ഫിനിഷ് ലൈനിന്റെ അടുത്ത്. ആ നമുക്ക് എത്തേണ്ട ലൈനിന്റെ ക്ലോസ് ആയിട്ട് ലിറ്റിൽ ടർട്ടിൽ എത്തി നിൽക്കുന്നത് അവൻ കണ്ടു. The rabbit ran as fast as he could. He could എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ ഓടാൻ ശ്രമിച്ചു, ഓടി. The rabbit ran as fast as he could. അവനെ കൊണ്ട് as fast as he could, അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫാസ്റ്റിൽ ഓടാൻ തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്, ഭയങ്കര ലേറ്റ് ആയി. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാ ഓർക്കേണ്ടത്? റാൻ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്, കഴിയുന്ന രീതിയിൽ അവൻ ഓടാൻ ശ്രമിച്ചു. ദ ലിറ്റിൽ ടർട്ടിൽ ക്രോസ് ത്രൂ ദ ഫിനിഷ് ലൈൻ. ലിറ്റിൽ ടർട്ടിൽ എന്തായി? ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്തു. ആൻഡ് വോൺ ദ റേസ്, അങ്ങനെ വിജയിച്ചു. ദ അതർ ആനിമൽസ് വാസ് സർപ്രൈസ്ഡ്. അതർ ആനിമൽസിന് എന്ത് പറ്റി? സർപ്രൈസ്ഡ് ആയി, അവര് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. They learned, അവര് പഠിച്ചു, that even if you are slow ആണെങ്കിൽ പോലും you can achieve your goals if you don't give up.
They learned that even if you are slow, you can achieve your goals if you don't give up. Don't give up എന്താ? നമ്മൾ അപ്പിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് തരാം, നിങ്ങളത് പഠിക്കാനായിട്ട്. ഗീവ് അപ്പ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഡോണ്ട് ഗീവ് അപ്പ്, ഉപേക്ഷിക്കരുത്. അപ്പൊ നമ്മൾ നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഡോണ്ട് ഗീവ് അപ്പ്, ഉപേക്ഷിച്ച് കളയാതെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ദ അതർ ആനിമൽസ് വേർ സർപ്രൈസ്ഡ്, അവർ സർപ്രൈസ്ഡ് ആയി. ദേ ലേൺഡ്, അവർ പഠിച്ചു. എന്താണ്? ഈവൻ ഇഫ് യു ആർ സ്ലോ, നമ്മൾ സ്ലോ ആണെങ്കിൽ പോലും യു ക്യാൻ അച്ചീവ്, നമുക്ക് അച്ചീവ് നേടാൻ കഴിയും യു ഗോൾസ് ഇഫ് യു ഡോണ്ട് ഗീവ് അപ്പ്. നമ്മളത് ഉപേക്ഷിക്കാതെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതെന്താ? ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയ കുറച്ച് വൊക്കാബുലറി ഇപ്പൊ ഇവിടെ തരാം. നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ ഈ സിമ്പിൾ ആണ് എങ്കിലും ബിഗിനേഴ്സിനൊക്കെ ഉള്ളവർക്ക് കിട്ടാതെ വൊക്കാബുലറി തരാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ലീവ്ഡ്, ജീവിച്ചു. സ്ലോ, പതുക്കെ. റൺ, ഓടുക. പ്ലേ, കളിക്കുക. വോക്ക്, നടക്കുക. റേസ്, മത്സരം. ഹാപ്പൻ, സംഭവിക്കുക. ഫാസ്റ്റ്, വേഗത്തിൽ. വിൻ, വിജയിക്കുക. ഡിറ്റർമിൻഡ്, ഉറച്ച മനസ്സ്. സ്റ്റാർട്ടഡ്, തുടങ്ങി. ടുവേഴ്സ്, ലേക്ക്. ഫിനിഷ് ലൈൻ, ജയിക്കാനുള്ള ആ ഒരു പോയിന്റ്. എഹഡ്, മുന്നിൽ. നാപ്പ്, ചെറിയ ഒരു ഉറക്കം. ലേ ഡൗൺ, കിടന്നു. ഫെൽ അസ്ലീപ്പ്, ഉറങ്ങിപ്പോയി. കെപ്റ്റ് വാക്കിംഗ്, നടന്നുപോയി, ആ ഒരു സൂക്ഷിച്ചു. സ്റ്റഡിലി, സ്ഥിരമായി. ഡിഡിൻ സ്റ്റോപ്പ്, നിർത്തിയില്ല. വോക്ക് അപ്പ്, ഉണർന്നു. ക്ലോസ്, അടുത്ത്. ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാട്ടോ വായിക്കുന്നത്. ക്രോസ്ഡ്, കിടന്നു. ഫിനിഷിംഗ് ലൈൻ ക്രോസ്ഡ്. വോൺ, വിജയിച്ചു. സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടു. ലേൺഡ്, പഠിച്ചു. അച്ചീവ്, നേടുക. ഗോൾസ്, ലക്ഷ്യം. ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക. ഡോണ്ട് ഗീവ് അപ്പ്, ഉപേക്ഷിക്കരുത്. അപ്പൊ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് കുഞ്ഞൊരു സ്റ്റോറിയാണ്, എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. പക്ഷേ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. ഞാൻ ആ സ്റ്റോറി നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം, ഈ ടർട്ടിലിന്റെ സ്റ്റോറി. അത് നിങ്ങൾ 2-3 വട്ടം ഒന്ന് വായിച്ചും പറഞ്ഞും ഒക്കെ നോക്കണം. ഇപ്പൊ ഞാൻ തന്ന വൊക്കാബുലറി നിങ്ങളുടെ ബുക്കിലും എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെ സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതുവഴി നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 1-ാം തീയതി മുതൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് അല്ല, കാരണം കുട്ടികൾക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എൻ്റെ വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പേരൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾ മറക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു.